നിരന്തരം സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്ന ആളാണ്, ഭരണകൂടത്തെ വിമർശിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനൊരു കോക്രോച്ചാണ്. നിങ്ങളും അങ്ങനെ തന്നെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളും കോക്രോച്ചുകളാണ്. मेरे जेन ज़ी जनरेशन के लेजी दोस्तों, सिस्टम ने हम बेरोजगार लोगों को कॉकरोच बोला है। कॉकरोच जनता पार्टी जिंदाबाद। നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പാക്കറ്റ് മെലഡിയും വാങ്ങി മെലാനിയെ കാണാൻ വേണ്ടി ഇറ്റലിയിലേക്ക് പോയി. കാരണം കുറച്ചു നാളുകളായി മെലോണിയെയും മോദിയെയും ചേർത്ത് തമാശകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ ജോഡിയെ ആരൊക്കെയോ മെലോഡി എന്ന് വിളിച്ചു. മെലോണി പ്ലസ് മോദി സമം മെലോഡി എന്ന്. അങ്ങനെ മെലോഡിയെ കണ്ടു, പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. Prime Minister Modi brought us a gift, a very, very good toffee. ഇറ്റലിയിൽ മെലാനിക്കൊപ്പം മെലഡി ചോക്ലേറ്റ് ഒക്കെ നുണഞ്ഞ് മധുരമായവിറക്കി ഡൽഹിയിൽ തിരിച്ചിറങ്ങുമ്പോൾ നാട്ടിൽ മുഴുവൻ ഭയങ്കര പാറ്റകൾ. ഞങ്ങൾ മലബാറുകാർ കൂറാന്നാട്ടോ പറയാ, കോക്രോച്ച്, നിറയെ കോക്രോച്ച്. പൈജാമയ്ക്കുള്ളിൽ കോക്രോച്ച് കയറിയ മോദി ഇപ്പോൾ ഓട്ടാണ്. മെലോണിക്ക് മെലഡി കൊടുത്തൊക്കെ നടന്നാ മതിയോ മോദിയെ? യുവാക്കൾക്ക് തൊഴിൽ കൂടി കൊടുക്കേണ്ടേ എന്നാണ് യുവാക്കൾ ചോദിക്കുന്നത്. ഇതിനിടെ മോദിയുടെ നോർവേ സന്ദർശനത്തിനിടെ മെയ് 18 നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗാർസ്റ്റോറും ഒരു ജോയിന്റ് പ്രസ് ബ്രീഫിംഗ് കഴിഞ്ഞ് ഹാള് വിട്ടു പോകുമ്പോൾ ഒരു നോർവീജിയൻ ജേർണലിസ്റ്റായ ഹെല്ലെ ലിങ് ഒരു ചോദ്യം ചോദിച്ചു. വൈ ഡോണ്ട് യു ടേക്ക് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫ്രീസ്റ്റ് പ്രസ് ഇൻ ദ വേൾഡ് എന്നാണ് ചോദിച്ചത്. മോദി ഉത്തരം പറയാതെ ഓടിത്തള്ളുകയാണ് ചെയ്തത്. Prime Minister Modi, why don't you take some questions from the freest press in the world? പിന്നീട് ജേർണലിസ്റ്റ് ഹെല്ലെ ലിങ് ട്വിറ്ററിൽ എഴുതിയത് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടേത് 157, നോർവേയുടേത് നമ്പർ 1 ആണെന്നാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ എപ്പോഴും കഴിയില്ല മോദി. ഉത്തരം പറയേണ്ട സമയമായി. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ചില ചോദ്യങ്ങൾക്ക് മോദി ഉത്തരം പറഞ്ഞേ പറ്റൂ. സംഭവങ്ങളുടെ തുടക്കം മെയ് 15, 2026 വെള്ളിയാഴ്ച. നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയിൽ ഒരു ഹിയറിംഗിനിടെ പറയുന്നു, ഒരു പണിയില്ലാത്ത കുറച്ച് യുവാക്കളുണ്ട്. അവരിൽ ചിലർ മാധ്യമ പ്രവർത്തകർ, ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളായി സമൂഹത്തെ ആക്രമിക്കുന്നു. ഇവർ കോക്രോച്ചുകളും പരാന്നഭോജികളുമാണ്. തൊഴിലില്ലാത്ത യുവാക്കളെയും ഓൺലൈൻ ആക്ടിവിസ്റ്റുകളെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കോക്രോച്ച്, പാരാസൈറ്റുകൾ, തൊഴിലില്ലാത്തവർ എന്നൊക്കെ അദ്ദേഹം വിളിച്ചു എന്നും അത് യുവാക്കളെ, ജൻസി പിള്ളേരെ ദേഷ്യം പിടിപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പറയുന്നത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു, ഇങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചതെന്നാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് സ്വദേശിയായ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ബിരുദധാരിയും ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പ്രവർത്തകനുമായിരുന്ന അഭിജിത്ത് ദീപ്കെ എന്ന 30കാരൻ ഒരു വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളും ആരംഭിച്ചു. പേര് കോക്രോച്ച് ജനതാ പാർട്ടി. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നൊരു ടാഗ് ലൈൻ ഉണ്ടായി. അതിന് യുവാക്കളാൽ യുവാക്കൾക്കായി യുവാക്കളുടെ രാഷ്ട്രീയ മുന്നണി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേസി മതേതര ജനാധിപത്യ മടിയൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു. പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ചില ജസ്റ്റിസുമാർക്ക് വിരമിക്കലിന് ശേഷമുള്ള രാജ്യസഭാ പദവി നിരോധിക്കുക, ക്യാബിനറ്റ് പദവികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം, തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പാർട്ടി മാറുന്ന MP-മാർക്കും MLA-മാർക്കും 20 വർഷത്തെ നിരോധനം, ഗോദി മീഡിയ ആങ്കർമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷിക്കണം, അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക, അർഹമായ വോട്ടുകൾ ഇല്ലാതാക്കിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA പ്രകാരം നടപടിയെടുക്കാൻ തുടങ്ങിയ വലിയ ഒരു മാനിഫെസ്റ്റോ ആണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന 5 ആവശ്യങ്ങൾ. ഇതൊക്കെ കൊള്ളാവുന്ന കാര്യങ്ങളായതുകൊണ്ട് കേൾക്കുന്നവർ ഇതിൽ ആകൃഷ്ടരായി പാർട്ടിയിൽ ചേർന്നു. 5-6 ദിവസം കൊണ്ട് BJP-യേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള പേജുകളായി ഇവർ വളർന്നു. നമ്മുടെ ധ്രുവ്രാത്തി, അഖിലേഷ് യാദവ്, പ്രശാന്ത് ഭൂഷൺ, സാമൂഹ്യ പ്രവർത്തക അഞ്ജലി ഭരദ്വാജ്, തൃണമൂൽ കോൺഗ്രസ് MP-മാരായ മഹുവ, കീർത്തി ആസാദ് തുടങ്ങിയവരൊക്കെ ഈ പേജ് ഫോളോ ചെയ്യാൻ തുടങ്ങി. പാർട്ടിയിൽ ചേരുന്നതായി ട്വിറ്ററിൽ ഇവർക്ക് BJP-യേക്കാർ ഫോളോവേഴ്സായി പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ മഹാരാജാവ് എന്താ ചെയ്തതെന്നറിയാമോ? ഇവരുടെ ട്വിറ്റർ പേജ് സ്വാധീനം ഉപയോഗിച്ച് പൂട്ടിച്ചു കളഞ്ഞു. എക്സ് അക്കൗണ്ട് വ്യാഴാഴ്ച ഇന്ത്യയിൽ മരവിപ്പിച്ചു. പാറ്റകളല്ലേ, കോക്രോച്ചുകളല്ലേ, വിടുവോ, അടുത്ത പേജ് തുടങ്ങി. ഇൻസ്റ്റയിൽ അവർക്ക് BJP-യേക്കാൾ കൂടുതൽ ഫോളോവേഴ്സായി. जो युवा बदलाव चाहता है हाथ उठाओ, जो भ्रष्टाचार से तंग है हाथ उठाओ, आज से आप सिर्फ दर्शक नहीं CJP की ताकत हो. ഐ സപ്പോർട്ട് കോക്രോച്ച് ജനതാ പാർട്ടി. കാരണം എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവജനങ്ങളും വിവരാവകാശ ആക്ടിവിസ്റ്റുകളും ഒക്കെ വെറും പാറ്റകളാണ്, കൂറകളാണ് എന്ന ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾക്ക് ജീവൻ നൽകിയത് ഇതേ യുവജനങ്ങളാണ്. അതെ, ഞങ്ങൾ പാറ്റകളാണ് എന്ന അഭിമാനത്തോടെ അവർ പറഞ്ഞു. ഡിഗ്നിറ്റി ഇല്ലാത്തവരായി ഞങ്ങളെ കരുതുന്ന ഒരു ഭരണകൂടത്തോടുള്ള അവരുടെ മറുപടിയാണ് ഈ പാർട്ടി. മോദി മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. മോദിയെ ചായ്വാല എന്ന് വിളിച്ചപ്പോൾ
അതെ, ഞാൻ ചായ കച്ചവടക്കാരനാണെന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞുകൊണ്ടാണ് അത് ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പദം വരെ എത്തിയിട്ടുള്ള ആളാണ് ഈ നരേന്ദ്രമോദി. അപ്പൊ യുവാക്കൾക്ക് എന്തുകൊണ്ട് അവരെ കോക്രോച്ച് എന്ന് വിളിക്കും? അതെ, ഞങ്ങൾ കോക്രോച്ചുകളാണെന്ന് പറഞ്ഞ് ആ വഴി തെരഞ്ഞെടുത്തുകൂടെ, അതിലെന്താ തെറ്റ്? ഞാൻ ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ കാരണം, BJPയും മോദിയും ലോകത്തോടും ഇന്ത്യയിലെ ജനങ്ങളോടും പറയുന്നത് വെറും തള്ളാണെന്ന് തിരിച്ചറിയാവുന്ന യുവജനങ്ങൾക്ക് പ്രതികരിക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നവർ. സർക്കാർ, ഇലക്ഷൻ കമ്മീഷൻ, ED, നിയമവ്യവസ്ഥയൊക്കെ പ്രവർത്തിക്കുന്നത് ചിലരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക്, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള യുവജനങ്ങളുടെ വേദന, വിഷമം, ആശങ്ക തങ്ങളും പൊളിറ്റിക്കലാണെന്ന് തുറന്നു പറയാനുള്ള യുവാക്കളുടെ അവസരമാണിത്. 3, ഭയം കൂടാതെ ഭരണകൂടത്തിന്റെ ആയുധം. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെ യുവജനങ്ങൾ ഒരു ചെറിയ പ്രതിഷേധം നടത്തിയപ്പോൾ പോലും അടിച്ചമർത്താൻ ആ ഭരണകൂടം ശ്രമിച്ചത്. സോഷ്യൽ മീഡിയയിൽ സർക്കാരിനോ മോദിക്കോ ചെറിയ അസ്വാരസ്യം ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ അപ്പൊ തന്നെ സർക്കാർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ടേക്ക് ഡൗൺ നടത്തുന്ന ടോപ്പ് 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇത്തരം പോസ്റ്റുകളിൽ കൂടുതലും നരേന്ദ്രമോദിക്കെതിരെയുള്ള തമാശകളും പരിഹാസവും ഒക്കെയാണ്. CJPയുടെ അക്കൗണ്ട് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ അത് പൂട്ടിച്ചു കളഞ്ഞു. 4, പണ്ടൊക്കെ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുകയും ഇപ്പൊ ആരും പറയാതിരിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. ഭരണകൂടത്തിന്റെ അഴിമതി, യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ, ഇതൊക്കെ വീണ്ടും CJP വലിയ ചർച്ചയായി ഉയർത്തുകയാണ്. യഥാർത്ഥത്തിൽ യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. അത് ഉയർത്താൻ അവർക്ക് വീണ്ടും അവസരം കിട്ടി. 5, സംഘപരിവാറിന്റെ ഹിന്ദു മുസ്ലിം ഒക്കെ പറഞ്ഞ് വർഗീയത ഉണ്ടാക്കുക, തമ്മിൽ തല്ലിക്കുക എന്ന വ്യാജ രാഷ്ട്രീയം തുറന്നു കാണിക്കുകയാണ് CJP ചെയ്യുന്നത്. ജെൻസി അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അതാണ് മോദിയുടെ ഭയം. മോദി മെലഡിയും നുണഞ്ഞ് നടന്നാ പോരല്ലോ, നമ്മുടെ നാടിന്റെ കാര്യം കൂടെ നോക്കണ്ടേ? രാജ്യമെമ്പാടും ജെൻസി പല ഭരണകൂടത്തെയും വിറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയും ഇച്ചിരി നടക്കട്ടെ വിറപ്പിക്കില്ല, ആ പേടി ഭരണാധികാരികൾക്ക് ഇരിക്കട്ടെ. തൊഴിലില്ലായ്മയോടുള്ള രോഷം, യുവാക്കളെ അപമാനിച്ചതിലുള്ള പ്രതിഷേധം, സിസ്റ്റത്തിനെതിരായ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പോരാട്ടങ്ങൾ, വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ ആവശ്യം, മീമുകൾ, വൈറൽ ഹ്യൂമർ, സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, യൂത്ത് ഐഡന്റിറ്റി വെളിപ്പെടുത്തി, ഇതൊക്കെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിലെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാവുന്നതേ ഉള്ളൂ. മോദിയോട് ചോദ്യം ചോദിച്ച നോർവീജിയൻ ജേർണലിസ്റ്റ് ഹെല്ലെ ലിങ്ങിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിത്ത്ഹെൽഡ് ചെയ്യപ്പെട്ടു. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകേണ്ടി വന്ന ഒരു ചെറിയ വില, പക്ഷെ ഇന്നേ വരെ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല എന്നാണ് അവർ ട്വീറ്റ് ചെയ്തത്. അപ്പൊ സർക്കാരിനും ഭരണാധികാരികൾക്കും അക്കൗണ്ടബിലിറ്റി വേണം. പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. ഞാനും ചോദ്യം ചോദിക്കും, നയങ്ങളെ വിമർശിക്കും, രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ ചൂണ്ടിക്കാണിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി തെറ്റു ചെയ്താൽ ഞാൻ വിമർശിക്കും. അതുകൊണ്ട് ഞാനൊരു കോക്രോച്ച് ആണെങ്കിൽ, പാറ്റയാണെങ്കിൽ, കൂറയാണെങ്കിൽ അഭിമാനത്തോടു കൂടി ഞാൻ ആ അഡ്രസ് ഏറ്റെടുക്കുകയാണ്. കോക്രോച്ച് ജനതാ पार्टी की जय। मेरे जेन जी जनरेशन के लेजी दोस्तों, सिस्टम ने हम बेरोजगार लोगों को कॉकरोच बोला है। कॉकरोच जनता पार्टी जिंदाबाद।